പറഞ്ഞു തീർക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ പെണ്ണുകൂടെ ഉണ്ട്, അതുകൊണ്ട് ഇൻസൾട്ട് ചെയ്തത് പറഞ്ഞുവിടാൻ പറഞ്ഞു. അവൻ പറഞ്ഞു ഒരു 5,000 കൊടുത്താൽ തീർക്കാന്ന് പറഞ്ഞു. ഇത് പോലീസ് ഭീഷണിപ്പെടുത്തിവിട്ട ഒരു യുവാവിന്റെ നിസ്സഹായ പ്രതികരണം. വൈകുന്നേരങ്ങളിൽ കൊച്ചിയിലെ പതിവ് കാഴ്ചയാണിത്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ മുൻവശത്തുകൂടി ബൈക്കിൽ പോയ യുവാവിനെയും യുവതിയെയും പോലീസ് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തത് അരമണിക്കൂർ. പോലീസ് ആവശ്യപ്പെട്ട 5,000 രൂപ കൊടുക്കാനില്ലെന്ന് പറഞ്ഞപ്പോൾ ഭീഷണി കനത്തു. അവൻ എന്റെ പേഴ്സ് മേടിച്ചു നോക്കി എത്ര ഉണ്ടെന്ന് അറിയാൻ. കോടതി പോയ 2,000 രൂപ ഇടണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയാവുന്നു. ഒപ്പമുള്ള യുവതിയുടെ പക്കൽ നിന്നും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി വഴിവക്കിൽ വച്ച് വിശദമായ പരിശോധനയും ഭീഷണിയും. ഒടുവിൽ ചാനൽ ക്യാമറ കണ്ട് ഇരുവരെയും ധൃതിയിൽ വിട്ടയച്ചു. ഇത് നഗരത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ല. കമിതാക്കളെന്ന് സംശയിക്കുന്നവരെ പിടികൂടാനിറങ്ങുന്ന പോലീസ് സംഘങ്ങൾ നവവധൂവരന്മാരെ പോലും പിടികൂടുന്നുവെന്നാണ് പരാതി. ആൺപെൺ സൗഹൃദങ്ങളെയും വെറുതെ വിടുന്നില്ല. പിടിക്കപ്പെടുന്നവർ ഭീഷണിയും പൊതുനിരത്തിലെ അപമാനവും ഭയന്ന് ഉള്ള പണം നൽകി തടിയൂരും. പണം നൽകാത്തവരെ പിന്നീട് അസമയത്തും പോലീസ് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ആരോപണം. ജനമൈത്രിയും നിർഭയയുമടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന സംസ്ഥാന പോലീസ് സേനയുടെ അന്തസ്സ് കെടുത്തുന്നതാണ് ഈ പകൽക്കൊള്ള. മാത്രമല്ല, സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതും സദാചാര പോലീസ് കളിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ പോലീസ് മനസ്സിലാക്കാതെയും പോകുന്നു. ക്യാമറാമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ലേബി സജീന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വിവാഹിതരല്ല എന്ന് സംശയം തോന്നിയാൽ ഉടൻ ബൈക്ക് തടഞ്ഞു നിർത്തി ഇവരെ പരിശോധിക്കുന്ന ഒരു രംഗമാണ് കൊച്ചിയിലുള്ളത്. പരിശോധന മാത്രമല്ല, ഇത് നിയമാനുസൃതമായ പരിശോധന എന്ന് പറയാൻ സാധിക്കില്ല. ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക തന്നെയാണ്. ഇവരെ തടഞ്ഞു നിർത്തിയാൽ ഉടൻ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സ്ത്രീയെയും പുരുഷനെയും തടഞ്ഞു നിർത്തി അവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് വീട്ടിലുള്ളവരുടെ നമ്പർ വാങ്ങുകയാണ് പോലീസ് ആദ്യം ചെയ്യുന്നത്. കുറച്ചുകൂടി പ്രായം കുറഞ്ഞവരാണെങ്കിൽ പെട്ടെന്ന് ഇതിൽ അപ്സെറ്റ് ആവുകയും മാതാപിതാക്കളെ വിവരം അറിയിക്കും എന്ന് പറയുമ്പോൾ ഇവർ കയ്യിലുള്ള പണം നൽകി രക്ഷപ്പെടാൻ ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. പണം കയ്യിലില്ലെങ്കിൽ ബൈക്ക് പിടിച്ചു വച്ചിട്ട് പിന്നീട് പണവുമായി മടങ്ങി എത്താൻ പറഞ്ഞാണ് പോലീസ് ഇവരെ അയക്കുന്നത്. ഏതായാലും ഇങ്ങനെ പിടിക്കുന്നവരിൽ നിന്നൊക്കെ 5,000 മുതലുള്ള തുകയാണ് ഈടാക്കുന്നത്. ഇവിടെ ഇപ്പൊ ഞങ്ങൾ ആ അരമണിക്കൂർ സമയം നിന്നപ്പോഴും മറ്റോ ആരെയും തന്നെ ആ പോലീസ് തടഞ്ഞു നിർത്തിയിട്ടില്ല. ബൈക്ക് യാത്രികരായ ഈ പെൺകുട്ടിയെയും ഈ ആൺകുട്ടിയെയും പിടിച്ചു നിർത്തിയതിനു ശേഷമോ മുൻപോ അതുവഴി വന്ന ഹെൽമറ്റ് ഇല്ലാത്തവരെയോ മറ്റ് സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത കാറിൽ പോകുന്നവരെയോ ആരെയും തന്നെ തടഞ്ഞു നിർത്തി കണ്ടില്ല. ഇത് സ്ത്രീപീഡനം മാത്രമല്ല, ഇത് പ്രാഥമികമായ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറയേണ്ടി വരും. കാരണം എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ആളുകളെ പരിശോധിക്കുന്നത്? ഇനി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയാണ് എന്നൊരു സംശയം ഉണ്ടെങ്കിൽ മാത്രം പരിശോധിക്കാം. ഒരു ബൈക്കിന്റെ പിന്നിൽ ഒരു പെൺകുട്ടി യാത്ര ചെയ്യുമ്പോൾ തട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ലല്ലോ. ബൈക്കിന്റെ പിന്നിലിരുത്തി എന്ന് പറഞ്ഞാൽ അവർ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്ന 2 പേരെ പിടിക്കാൻ ഈ രാജ്യത്ത് ഏത് നിയമമാണ് പോലീസിന് അനുമതി നൽകുന്നത്? ഒരു നിയമവും ഇല്ല എന്ന് മാത്രമല്ല, ഇത് പണം വാങ്ങുകയാണ് ഇവർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത നിയമം ചൂണ്ടിക്കാട്ടി കുട്ടികളെ ഭയപ്പെടുത്തി അവരിൽ നിന്ന് പണം വാങ്ങുക എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഒരുതരം ഗുണ്ടായിസമാണ് പോലീസിന് നടക്കുന്നത്. ഇത് പോലീസിന്റെ ഗുണ്ടായിസമാണ്. ഇത് പോലീസ് അതിക്രമം എന്ന് പറഞ്ഞാൽ പോരാ, നിയമപാലകർ നിയമം പരസ്യമായി ലംഘിച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുക. ഇതെന്താ? ഇത് നമ്മള് സദാചാര പോലീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സദാചാര പോലീസ് എന്ന് പറയുന്നത് പോലും ഇത്രയും പോലും വരാറില്ല. ഒരു പഴയ സദാചാരത്തിന്റെ ബാക്കി പത്രം പലരുടെയും മനസ്സിൽ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അത് ഉപയോഗിച്ച് ആ സാധ്യത ഉപയോഗിച്ച് പോലീസുകാരെ ഇവിടെ പണയാണ്. കേരളത്തിൽ ഇപ്പോഴും പലരുടെയും മനസ്സിൽ പഴയ ചില മൂല്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും. നമ്മളില്ലാന്നും പറയുന്നില്ല. ആ മൂല്യങ്ങളെ പിന്തുണയ്ക്കുന്നവരുണ്ടാവും. പക്ഷേ ആ മൂല്യങ്ങൾ ഒരു പുതിയ തലമുറയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. അവര് പുതിയ തലമുറയെ കുറിച്ച് ഇവർക്കൊന്നും അറിയാത്തതുകൊണ്ടാണോ അതോ ആ തലമുറയ്ക്ക് ഒരു അവകാശവും ഇല്ല എന്ന് തീരുമാനിക്കുന്നതുകൊണ്ടാണ്? ഇന്ന് അഴിമതി എന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ ഒരു കൾച്ചറായിട്ട് മാറുകയാണ്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ അത് പ്രതിഫലിക്കുന്നത് പോലീസിന്റെ ബിഹേവിയറിലാണ്. അപ്പൊ പോലീസിന് ഏത് തരത്തില് പൈസ എവിടെ നിന്നൊക്കെ പിടിക്കാമോ അവിടെ നിന്നെല്ലാം പിടിക്കുകയാണ്. പിന്നെ ഇന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നിവിടെ നേരത്തെ CR നീലകണ്ഠൻ പറഞ്ഞ മാതിരി സദാചാര പോലീസ് എന്ന് പറഞ്ഞ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ ഇവിടെ ഒരുപാട് കൂടുതലാണ്. അപ്പൊ ഞാൻ ഇന്നാളൊരു വയസ്സായ ഹസ്ബൻഡും വൈഫും കൂടി ഇരുന്നപ്പോ നിങ്ങളെന്താ ഇവിടെ നിൽക്കണേന്ന് പറഞ്ഞ് സദാചാര പോലീസ് പിടിച്ചപ്പോ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് പറഞ്ഞപ്പോ താലി കാണിക്കാൻ പറഞ്ഞു. അത് പബ്ലിക് റോഡിൽ വെച്ചിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിന്റെ പ്രതിഫലനവും കൂടിയാണ് ഈ പോലീസും ചെയ്യണത്. അപ്പൊ ഇത് ശരിക്കും ടോട്ടൽ മനുഷ്യാവകാശ ലംഘനമാണ്. ഇതിനെതിരെ
ഭയങ്കരമായിട്ട് റിയാക്ഷൻ വരേണ്ടതാണ്. പിന്നെ പോലീസ് ഏത് തരത്തില് എവിടെ നിന്നൊക്കെ കാശ് പിന്നെ അഴിമതിയായിട്ട് ഇതിനെ ഫ്രീസ് ചെയ്യാമോ ആൾക്കാരെ ആ തരത്തിലെല്ലാം ഫ്രീസ് ചെയ്യാണ്. പിന്നെ ഇന്നെങ്ങനെ ഇന്നത്തെ കുട്ടികളെ പണ്ടത്തെ കുട്ടികളെ മാതിരി അല്ല. അവര് പിന്നെ ബോയ് ഫ്രണ്ട്സ് ആണെങ്കിൽ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അവർ ഒരുമിച്ച് എവിടെയെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യേണ്ടത് അതിന്റെ പിന്നിൽ സദാചാരം ഒന്നും അല്ല. അവര് കമ്പാനിയൻഷിപ്പിന് വേണ്ടി പോണതായിരിക്കും.